ഇൻസ്റ്റാഗ്രാം സർവീസസ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കാറ്റഗറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയും ത്രെഡ്സ്, ടെലിഗ്രാം, ട്വിറ്റർ, സ്പോട്ടിഫൈ, ടിക്ടോക്ക്, വാട്സപ്പ്, ലിങ്ക്ഡിൻ, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഇതിലുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് പോസ്റ്റ് അല്ലെങ്കിൽ റീലിൻ്റെ വ്യൂസ്, ലൈക്സ്, ഫോളോവേഴ്സ്, ഷെയർ, കമൻറ്റ്, സേവ്, ഇതൊക്കെയായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു പോസ്റ്റിന് അല്ലെങ്കിൽ റീലിന് എങ്ങനെ വ്യൂസ് കൂട്ടാം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കാറ്റഗറിയിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആൻഡ് റീൽസ് വ്യൂസ് ക്ലിക്ക് ചെയ്യുക. ആ കാറ്റഗറി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സബ് ഓപ്ഷനായിട്ട് സർവീസസുകൾ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം റീൽസ് വ്യൂസ് 1000-ന് 2 രൂപ, പിന്നെ 1000-ന് 5 രൂപ, അത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടുള്ളത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ 100K പാക്കിൻ്റെ എന്ന് വെച്ചാൽ 100Kയുടെ വ്യൂസ് വരുന്നതിൻ്റെ ഒരു പാക്ക്, പിന്നെ 500Kയുടെ പാക്ക്. അപ്പോൾ നമുക്ക് ചെറിയ ഓർഡറിനൊക്കെ ആണെങ്കിൽ ഈ 2 രൂപയുടെയും 5 രൂപയുടെയും ചെയ്യാം. കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 5 രൂപയുടെ ചെയ്യാം. അത്ര സ്പീഡ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2 രൂപയുടെയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കാറ്റഗറീസ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ എന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നുണ്ട് ഒരു 0 മുതൽ 10 മിനിറ്റിനുള്ളിൽ ഇത് സ്റ്റാർട്ടാവും. ഒരു ദിവസം 500K വരെ ഡെലിവറി ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കേണ്ട ലിങ്ക് എന്ന് പറയുന്നത് റീലിൻ്റെ ലിങ്കാണ്. നമ്മൾ അങ്ങോട്ട് ഈ ഫ്രണ്ട് മാത്രമായിട്ട് ഇങ്ങനെ ചേർക്കരുത്. ഈ ഫ്രണ്ട് മാത്രം ചേരും. ഈ കോപ്പി ഈ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ താഴേക്ക് വരുമ്പോൾ ഒരു ആവറേജ് ടൈം കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു കംപ്ലീറ്റ് ആവാൻ ഒരു മണിക്കൂർ എടുക്കാം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ക്വാണ്ടിറ്റിയിൽ എത്ര വേണം, 1000 ആണെന്നുണ്ടെങ്കിൽ 1000 ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം 2 രൂപ എന്ന് കാണിക്കും. ഇതിൽ പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുക. പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഓർഡർ പ്ലേസ്ഡ് എന്നൊരു യൂസ് ചെയ്തത്. ഇനി നമുക്ക് റീൽസിൻ്റെ ലൈക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ആൻഡ് റീൽ ലൈക്സ് എടുക്കുക. എന്നിട്ട് അതിൽ താഴേക്ക് ഓപ്ഷൻ എടുക്കുമ്പോൾ ഇതിലും പല ഓപ്ഷൻ വരുന്നുണ്ട്. 45 രൂപയുടെ ഉണ്ട് 1Kക്ക്, 65 രൂപയുണ്ട്, പിന്നെ 99 രൂപയുണ്ട്, 199 രൂപയുണ്ട്. അപ്പോൾ അത് നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് ഇത് സർവീസുകളെല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് സാധാരണ ഒരു അത്യാവശ്യം ഒരു 65 രൂപയുടെയൊക്കെ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സ്പീഡുള്ളതാണ്. 1 മണിക്കൂറിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ക്വാണ്ടിറ്റി എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ ഈ ക്വാണ്ടിറ്റിയിൽ മിനിമവും മാക്സിമവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 100 ഇതിൽ മിനിമം 100 കൊടുക്കണം, മാക്സിമം 10,000 അങ്ങനെ 100K വരെ കൊടുക്കാതെ. അത് കൊടുത്ത് ആ ക്വാണ്ടിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചാർജ് വരും. സബ്മിറ്റ് കൊടുക്കുക. അതുപോലെ തന്നെയാണ് ബാക്കി ഓർഡറുകളും വരുന്നത്. വ്യൂസ്, ഷെയർ, കമൻറ്റ് എല്ലാത്തിനും ഇതുപോലെ ലിങ്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫോളോവേഴ്സിൻ്റെയാണ് വ്യത്യാസം വരുന്നത്. ഫോളോവേഴ്സിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോളോവേഴ്സ് ക്ലിക്ക് ചെയ്യുക. ഫോളോവേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ റേറ്റ് ഇപ്പോൾ ഫോളോവേഴ്സിന് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കേണ്ട ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഷെയർ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോപ്പി ലിങ്ക് എടുക്കുക. കോപ്പി ലിങ്ക് പ്ലേസ് ചെയ്യേണ്ടത്. എന്നിട്ട് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം എമൗണ്ട് വരും. പ്ലേസ് ഓർഡർ കൊടുക്കുക. പക്ഷേ ഇത് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സെറ്റിങ്സിൽ വരിക. സെറ്റിങ്സിൽ വന്നതിന് ശേഷം ഇൻവൈറ്റ് ആൻഡ് ഫോളോ ഫ്രണ്ട്സ് എന്നൊരു ഓപ്ഷൻ, താഴെ ഫോളോ ആൻഡ് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലാഗ് ഫോർ റിവ്യൂ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോളോവേഴ്സ് കയറില്ല. ശേഷം നമുക്കൊരു കംപ്ലൈൻറ്റ്, ഒരു ഓർഡർ ഇതിൽ കൊടുത്തേക്കുന്നതിനേക്കാളും കൂടുതൽ സമയമായിട്ടും ഓർഡർ കംപ്ലീറ്റ് ആവുന്നില്ല, അങ്ങനത്തെ ഒരു കേസ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാട്സപ്പ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു മെസ്സേജ് അയയ്ക്കുക. ഹായ് എന്നൊരു മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ അവർ ഒരു ബോട്ടിൻ്റെ ഒരു മെസ്സേജ്, ഓർഡർ സ്ലോ ആണ്, ഓർഡർ സ്റ്റക്കാണ്, ഓർഡർ റീഫിൽ എന്ന് വെച്ചാൽ ഫോളോവേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പേയ്മെൻറ്റാണ് പ്രോബ്ലം, പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ അത് എന്തെങ്കിലും പ്രശ്നം വന്നതാണോ, പിന്നെ ലോഗിൻ ആൻഡ് സൈനപ്പ് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമാണോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്കിത് സ്പീഡപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ പറയും ഈ ഒരു സ്ലാഷ് വെച്ചിട്ട് ഇപ്പോൾ സ്പീഡപ്പ് ആണെന്നുണ്ടെങ്കിൽ സ്പീഡപ്പ് ഓർഡർ ഐഡി നമ്മൾ കഴിഞ്ഞാൽ ഈ മോർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തേക്കുന്ന ഓർഡേഴ്സിൻ്റെ ഹിസ്റ്ററി ഇവിടെ കാണിക്കും. ഇതാണ് നമ്മുടെ ഓർഡർ ഐഡി കണ്ടത്. ഇതിപ്പം
ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത ഓർഡറാണ് ഇൻസ്റ്റഗ്രാം വ്യൂസിൻ്റെ. അതിന് മുമ്പുള്ളതും ഒരു ഫോളോവേഴ്സിൻ്റെ കിടപ്പുണ്ട് ഇൻ പ്രോഗ്രസ്സിൽ. പിന്നെ അതിന് മുമ്പുള്ളതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം നോക്കിയിട്ട് ഇതിൻ്റെ ഓർഡർ ഐ ഡി എന്ന് പറയുന്നത് ഇവിടെ ഈ മുകളിൽ കൊടുത്തേക്കുന്നുണ്ട്. കോപ്പി ചെയ്യാൻ വേണ്ടി ഈ വ്യൂ ഓർഡർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ വാട്സപ്പിൽ വന്നിട്ട് ഇവിടെ ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് മെസ്സേജ് അയക്കുക. അപ്പോൾ ഇത് സ്പീഡപ്പ് ചെയ്യുക. ഇങ്ങനെയാണ് ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ സർവീസുകൾ ചെയ്യേണ്ടത്.